السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. അൽഹംദുലില്ലാ, നമ്മുടെ യാത്ര ഇന്ന് റിയാദിലുള്ള പ്രത്യേകമായ ഒരു പോവേണ്ട സ്ഥലത്തിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ പെരുന്നാളിൻ്റെ ദിവസം പുറപ്പെട്ട ബുധനാഴ്ചക്കുള്ള യാത്ര ഇന്ന് അൽഹംദുലില്ലാ റിയാദിലുള്ള യഥാർത്ഥമായ ഒരു പ്രത്യേകമായ ആർക്കും പരിചയമില്ലാത്ത ലോകപ്രസിദ്ധമായ സ്ഥലത്തിലാണ് നാം ഉള്ളത്. അൽഹംദുലില്ലാ, വളരെ സന്തോഷമായി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരു സിയാറത്ത് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നാം നിൽക്കുന്ന സ്ഥലം നമ്മുടെ മഖബറത്തു ഷുഹദാ ഉൽ യമാമ എന്ന് കാണണം, നിങ്ങൾക്ക് ബോർഡിൽ കാണാം. യമാമ എന്ന് രക്തസാക്ഷിയായ ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ 1500ഓളം വരുന്ന രക്തസാക്ഷിയായ, അതിൽ ഹാഫിലീങ്ങളും ആലിമീങ്ങളും നബി തങ്ങളോട് ചേർന്ന് നിന്ന സ്വഹാബികളുടെ മക്ബറയാണ് ഇതിൽ ഉള്ളിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് റിയാദിൽ നിന്ന് വരുമ്പോൾ ഏകദേശം 3/4 മണിക്കൂർ 40 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്ക് വന്നാൽ ഈ ഒരു ഖബർസ്ഥാനം. അത് പ്രത്യേകിച്ചിട്ട് സ്വഹാബാക്കളുടെയാണ്. 1500ഓളം വരുന്ന, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഹിസ്റ്ററികൾ നാം വാപ്പനാക്കി നോക്കിയാൽ. യമാമ ഷുഹദാക്കൾ എന്ന് പറഞ്ഞാൽ ദീനിന് വേണ്ടി രക്തം സാക്ഷിത്വം വഹിച്ച, മുസൈലിമത്തുൽ ഖസാബുമായി പോരാട്ടം നടത്തി അവിടെ നിന്ന് രക്തസാക്ഷി വഹിച്ച, അത് അവിടത്തെയും കാണാം, കോട്ടകൾ കാണാം, പഴയ കാലത്തിൻ്റെ അതെല്ലാം ഹിസ്റ്ററിയിലുള്ളതാണ്. അപ്പം അതിൻ്റെ പരിസരത്തിലാണ് നാം ഒരുപാട് തവണ നാട്ടിൽ നിന്ന് റിയാദിലേക്കും ബിസിനസ് അർത്ഥം നമ്മൾ റിയാദിലേക്ക് വരുന്നവർ ചിലപ്പോൾ ഇതിനെ മറന്നു പോകുന്നവരാണ്. അതുകൊണ്ട് ആരും ഇൻഷാ അല്ലാഹ് ദമാമിൽ നിന്നും അതുപോലെ ജുബൈലിൽ നിന്നും കോബറിൽ നിന്നും ഇങ്ങനെ സൗദിയുടെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ ഇതിനെ ആരും മറക്കാൻ പാടില്ല. ഒന്ന് ഫാത്തിഹ ഓതി, ഒന്ന് മഹാന്മാരെ സിയാറത്ത് ചെയ്ത്, പ്രത്യേകിച്ച് സ്വഹാബാക്കളാണ് ഹബീബായ മുത്തു നബി തങ്ങളെ കണ്ടവരും അവരെ ശിഷ്യത്വം സ്വീകരിച്ച സ്വഹാബികളുടെ മക്ബറയാണ്. 1500ഓളം വരുന്ന സ്വഹാബികളാണ്. ഇതിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെയും ഇൻഷാ നമുക്ക് പിന്നീട് അറിയാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരു യാത്രയിൽ പ്രത്യേകിച്ചിട്ട് സിദ്ദീഖ് ഭായ് റിയാദ്, ബാലഹണ്ണൂർ, അതുപോലെ തന്നെ നമ്മുടെ മൻസൂർ, അതുപോലെ തന്നെ നിസാർ ഭായി ഉണ്ട്. അൽഹംദുലില്ലാ, നമുക്ക് വളരെ സന്തോഷമായി. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ഈ ഒരു സിയാറത്ത് മുഖേന അള്ളാഹു താല സാധിപ്പിച്ചു തരുമാറാകട്ടെ. സന്തോഷമുള്ള റാഹത്തുള്ള ജീവിതം നൽകുമാറാകട്ടെ. ഞങ്ങളെ മക്കളെല്ലാവരെയും അള്ളാഹു സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് ഇങ്ങനെയുള്ള മസാറുകളെ സിയാറത്തും സന്ദർശനം നടത്താനുള്ള തൗഫീക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വരുമ്പോൾ തന്നെ അവിടെ എൻട്രൻസിൽ കാണാം ഷാരി ഉസ് സ്വഹാബ, സ്വഹാബാക്കളുടെ റൂട്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന ബോർഡും കൂടി ഫ്രണ്ടിലുണ്ട്. അപ്പോൾ ഇവിടെ മഖ്ബറത്തു ഷുഹദാ ഉൽ യമാമ, ദുആ സിയാറത്തുൽ ഖുബൂർ, അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീന വയർഹമുല്ലാഹുൽ മുസ്തഖ്ദിമീന മിന്നാ വൽ മുസ്തഖിരീന ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് ഇവിടെ എഴുതിയിട്ടും കാണാം. അതുകൊണ്ട് ഇതിന് ചിലപ്പോൾ കുറേ കൂടുതൽ ആൾക്കാർക്ക് ഇങ്ങനെയുള്ള യമാമ ഷുഹദായിൽ പെട്ട രക്തസാക്ഷി വഹിച്ച 1500ഓളം വരുന്ന സ്വഹാബികളെ ആർക്കും പരിചയമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്നവരൊക്കെയും ഒന്ന് ഇങ്ങോട്ട് ബിസിനസ്സിന് വേണ്ടി പോകുമ്പോഴും കുടുംബസമേതം ഇങ്ങോട്ട് ഇങ്ങനെ കറങ്ങാൻ വരുമ്പോൾ ഇവിടെ ഒന്ന് സന്ദർശിച്ച് ഒന്ന് സിയാറത്ത് ചെയ്ത് ദുആ ചെയ്ത് പിരിയണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു റബ്ബുൽ യമാമ യുദ്ധം എന്ന് പറഞ്ഞാൽ 1500ഓളം വരുന്ന സ്വഹാബികൾ രക്തസാക്ഷിയാകുമ്പോൾ അവരുടെ ച്വാരകൾ തോടിലൂടെ ഒലുക്കിയ ആ ഫ്രണ്ടിൽ വരുന്ന തോട് കാണാം. അത് അവരുടെ രക്തങ്ങൾ ഇങ്ങനെ ഒലുകിപ്പോയ ചരിത്രമാണ്. 1500ഓളം വരുന്ന സ്വഹാബികൾ അവർ എന്താക്കി കൊന്നടക്കിയല്ലേ. അപ്പോൾ ഒന്നടങ്കം അവരുടെ രക്തം ഒലുക്കിയ ആ തോടാണ് അവിടെ കാണുന്നത്. അവിടെ കാണുന്ന ആ തോട് അവർ ഒലിച്ചു പോയ രക്തങ്ങളുടെ തോടുകളാണ്. ഇവരുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ദുനിയാവും ആഖിറവും സലാമത്തിലാക്കുമാറാകട്ടെ. ഷാരി ഉസ്വഹാബ അയ്യു ഷുഹദ അങ്ങനെ എഴുതിയിട്ട് കാണാം. ഇത് പള്ളിയാണ് ഇവിടെ ഇൻഷാ അല്ലാഹ്. ഇതിവിടൊക്കെ പഴയ ഒരു ഇത് കാണാം. നമുക്ക് പഴയയുടെ കാഴ്ചയാണ്. 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഹിസ്റ്ററി അല്ലേ. അപ്പം ാക്കളുടെ രക്തം ഒന്നടങ്കം ഈ തോടിലൂടെയാണ് ഒഴുകിയത് എന്നാണ് ചരിത്രയിൽ അങ്ങനെ പറയപ്പെടുന്നത്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. ഇത്രയും വിശാലമായ തോടാണ്. ഇതിലൂടെയാണ് 1500 പേരോളം വരുന്ന സ്വഹാബികളുടെ രക്തം ഒഴുകിയ ഒരു തോട് എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് ചരിത്രം പറയപ്പെടുക.
ഇൻഷാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇനിയും ധാരാളം തവണ ഇവിടെ എത്താനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സിദ്ദീഖ് ഹാജി, അതുപോലെ തന്നെ മൻസൂർ, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോഗ്രാഫറായിട്ടുള്ള നമ്മുടെ നിസാർ